ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാള കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ണൂരുകാരുടെ സ്പെഷ്യലായിട്ടുള്ള കോക്ടെയിൽ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് തൊലിയൊക്കെ ഒന്ന് നല്ലപോലെ ചെത്തി വൃത്തിയാക്കി എടുക്കാം. ഓക്കെ, ഇതാണോ വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അത് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഏത് ആകൃതിയിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി ഞാനിതൊരു കുക്കറിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. നമ്മൾ ക്യാരറ്റ് ഒന്ന് മുങ്ങി നിൽക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിലടിക്കുന്നവരേക്കും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ക്യാരറ്റ് വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് വശം ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമുക്കൊന്ന് ചെത്തിയെടുത്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് റെഡിയാക്കി വയ്ക്കാം. ഞാനൊരു പീലർ വെച്ചിട്ട് ഞാൻ അങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി ക്ലിയറാക്കി വെക്കുന്നുണ്ട്. പപ്പായ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റാം. നമ്മളെ വീടിൻ്റെ വളപ്പിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ആദ്യത്തെ പപ്പായയാണിത്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് കണ്ണൂർ കോക്ടെയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കാൻ പപ്പായ നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പപ്പായ എല്ലാം ഞാനിത് അതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്ത് അതിന് ശേഷം അത് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാ പപ്പായും ഞാൻ അതുപോലെ തന്നെ ചെറുതായി കട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ക്യാരറ്റ് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഇതാണ്ടോ നമ്മുടെ ക്യാരറ്റ് ഇവിടെ ഏകദേശം നല്ലപോലെ വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പപ്പായ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ വേവിച്ച് വെച്ചിട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു പഴം ഇട്ട് കൊടുക്കേണ്ടത് തികച്ചും ഓപ്ഷനാണ്. ഇനി ഞാൻ ഇവിടെ ഒരു സ്ട്രോബെറി ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ടപ്പാൽ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ, അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പാലാണ്. ഞാനൊരു അരക്കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3 ക്യാഷ്യൂ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ 3 ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സ്മൂത്തായിട്ടൊന്ന് അരച്ചിട്ട് വരാം. ഇതാണ്ടോ അരച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ഈ കോക്ടെയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കോക്ടെയിൽ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പക്ഷെ തീർന്നിട്ടില്ല, ഇനി കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് അലങ്കാര പണികളുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് പച്ച ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മഞ്ഞ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ബദാം ക്രഷ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളതിൽ കോൺഫ്ലെക്സും കിസ്മിസും ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്ക് എന്താ പരിപാടി? ഇതൊന്നും ഉണ്ടാക്കി നോക്കുകയല്ലേ? അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ഇതിൽ പപ്പായ ഇട്ടതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി ഉടനെ തന്നെ കുടിക്കാൻ ശ്രമിക്കുക. പപ്പായ ഉള്ളത് കൊണ്ട് കുറച്ച് നേരം നമ്മൾ വയ്ക്കും തോറും കയ്പ്പ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഉണ്ടാക്കി ഉടനെ തന്നെ കുടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പികൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്